നമസ്കാരം. വാർത്താ സന്ധ്യയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം സമഗ്രമായ റിപ്പോർട്ടുകൾ. ആദ്യ വാർത്തയിലേക്ക്. ആശാ വർക്കേഴ്സിന്റെ പ്രശ്നങ്ങൾ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഉന്നയിച്ച മന്ത്രി വീണ ജോർജ് ഇൻസെന്റീവ് കൂട്ടുന്നതിൽ ഉറപ്പ് ലഭിച്ചുവെന്നും കുടിശ്ശികയിൽ കേന്ദ്രമന്ത്രി അനുകൂല നിലപാട് സ്വീകരിച്ചതായും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മന്ത്രി വീണ ജോർജ് പറഞ്ഞു. എന്നാൽ ഓണറേറിയം കൂട്ടാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ് ആശാ വർക്കേഴ്സിന്റെ പ്രതികരണം. ആശാ വർക്കേഴ്സിന്റെ ആനുകൂല്യം വർദ്ധിപ്പിക്കുന്നതും സംസ്ഥാനത്തിന് എയിംസ് അനുവദിക്കണമെന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായുള്ള കൂടിക്കാഴ്ചയിൽ വീണ ജോർജ് ഉന്നയിച്ചത്. ആശാ വർക്കേഴ്സിന്റെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുമെന്ന് പാർലമെന്റിൽ അറിയിച്ച കേന്ദ്ര ആരോഗ്യമന്ത്രി ഇക്കാര്യം കൂടിക്കാഴ്ചയിലും ആവർത്തിച്ചു. ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിൽ ഉറപ്പുകൾ ലഭിച്ചില്ല എന്നാണ് സൂചന. ആശമാർ സമരം നിർത്തണമെന്ന് വീണ ജോർജ് ആവശ്യപ്പെട്ടു. അപ്പോൾ ഇൻസെന്റീവ്സ് ഉയർത്തുന്നത് സംബന്ധിച്ച കാര്യം അത് കേന്ദ്ര ഗവൺമെന്റിന്റെ പരിഗണനയിലാണ്, അത് പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി പറഞ്ഞത്. പൊതുവിൽ പോസിറ്റീവായിട്ടുള്ള, അപ്പം അങ്ങനെ എന്തെങ്കിലും ശേഷിക്കുന്നുണ്ടെങ്കിൽ അതുകൂടിയാണ് ഞാൻ റെപ്രസെന്റേഷൻ കൊടുത്തിട്ടുള്ളത്. ഓണറേറിയം വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളിൽ വ്യക്തമായ ഉറപ്പ് ലഭിക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് സമരക്കാരും പറഞ്ഞു. കേന്ദ്രം ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുക എന്നുള്ള നമ്മുടെ സമരത്തിന്റെ ഭാഗമായി അത് കേന്ദ്രത്തിൽ കൊണ്ട് എത്തിക്കാൻ കഴിയും. ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് 3 ആഴ്ച മുമ്പ് പറഞ്ഞ കാര്യമാണ്. അതിനകത്ത് പോലും സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ ഒരു എമൗണ്ട് അല്ലെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആ വിഷയത്തിൽ പോലും വന്നിട്ടില്ല. അപ്പോൾ പ്രത്യേകമായി ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമരത്തിന് ആശാവഹമായ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. സമരം ചെയ്യുന്നവരുടെ ഫെബ്രുവരി മാസത്തെ ഓണറേറിയം തടഞ്ഞതിനെതിരെ സമരക്കാർ നാഷണൽ ഹെൽത്ത് മിഷന് നിവേദനം നൽകി. 24 തിരുവനന്തപുരം. വിവാദങ്ങൾക്കൊടുവിൽ വഖഫ് നിയമ ഭേദഗതി ബിൽ നാളെ പാർലമെന്റിൽ ഉച്ചയ്ക്ക് 12 മണിക്ക് ബിൽ ലോക്സഭയിൽ അവതരിപ്പിക്കും. ബില്ലിൽ സ്വീകരിക്കേണ്ട നിലപാട് ചർച്ച ചെയ്യാൻ ഇന്ത്യ മുന്നണി യോഗം ചേരുകയാണ്. പാർട്ടി കോൺഗ്രസ് ആരംഭിക്കുന്നതിനാൽ CPIM അംഗങ്ങൾ ബില്ലിന്മേലുള്ള ചർച്ചയിൽ പങ്കെടുക്കില്ല. ബില്ലിനെ അനുകൂലിക്കണമെന്ന് കത്തോലിക്ക സഭ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. JPC നിർദ്ദേശിച്ച ഭേദഗതികളോടെയാണ് ഏറെ നിർണായകമായ ബില്ല് ലോക്സഭയിലെത്തുക. ബില്ല് അവതരണത്തിന് മുന്നോടിയായി പകർപ്പ് അംഗങ്ങൾക്ക് നൽകി. ബില്ലിന്മേൽ 8 മണിക്കൂറാണ് ചർച്ച. 12 മണിക്കൂർ ചർച്ച വേണമെന്ന് കാര്യോപദേശക സമിതിയിൽ പ്രതിപക്ഷം ആവശ്യപ്പെട്ടെങ്കിലും അനുവദിച്ചില്ല. 8 മണിക്കൂറിലേക്കാണ് ചർച്ച നടത്താൻ തീരുമാനിച്ചത്. സ്പീക്കർ ചർച്ചയിൽ കൂടുതൽ സമയം ആവശ്യമാണെങ്കിൽ അപ്പോൾ തീരുമാനിക്കാമെന്ന് പറഞ്ഞാണ്. ബില്ല് അവതരണത്തിന്റെ പശ്ചാത്തലത്തിൽ വിവിധ കക്ഷികൾ അംഗങ്ങൾക്ക് വിപ്പ് നൽകി. എന്തു നിലപാടെടുക്കണമെന്നത് ചർച്ച ചെയ്യാൻ കോൺഗ്രസ് അംഗങ്ങൾ നാളെ രാവിലെ യോഗം ചേരും. ബില്ലിനെ പിന്തുണച്ച് CBCIയും KCBCയും രംഗത്ത് വന്നതിനാൽ കോൺഗ്രസ് നിലപാട് നിർണായകമാകും. ബില്ലിനെ പിന്തുണയ്ക്കണമെന്ന് മുഖപത്രമായ ദീപികയിലെ മുഖപ്രസംഗത്തിൽ കത്തോലിക്ക സഭ ആവർത്തിച്ചു. ബിൽ നിയമമായാലും മുനമ്പം വിഷയം പരിഹരിക്കാൻ എത്ര നാൾ വേണ്ടിവരുമെന്ന് ഇപ്പോൾ പറയാനാകില്ലെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. എല്ലാ MPമാരോടും രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ആ ബില്ലിനെ അനുകൂലിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പാർട്ടി കോൺഗ്രസ് ആയതിനാൽ CPIM അംഗങ്ങൾ സഭയിലുണ്ടാകില്ല. ഇക്കാര്യം ലോക്സഭാ സ്പീക്കറെ അറിയിച്ചു. ഭേദഗതി ബില്ലിലെ ആശങ്കകൾ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചെന്ന് NDA സഖ്യകക്ഷിയായ JDU വ്യക്തമാക്കി. 24 ഡൽഹി. ആശാസമരത്തെ എതിർത്ത് കോൺഗ്രസിനെയും UDFനെയും നേരത്തെ വെട്ടിലാക്കിയ നിലപാടൊടുവിൽ INTUC തിരുത്തി. സെക്രട്ടേറിയറ്റ് മുന്നിൽ രാപ്പകൽ സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സിന് INTUC സംസ്ഥാന നേതൃത്വം പിന്തുണ പ്രഖ്യാപിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെയും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെയും അഭ്യർത്ഥന മാനിച്ചാണ് തീരുമാനമെന്ന് INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ അരുൺരാജിനൊപ്പം R ചന്ദ്രശേഖരൻ തത്സമയം ചേരുകയാണ്. അരുൺ, ഓവർ ടു യു. പ്രജിൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആശാവർക്കർമാരുടെ സമരത്തിന് ഇപ്പോൾ INTUCയുടെ മനസ്സാലുള്ള ഒരു പിന്തുണ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരനാണുള്ളത്. അപ്പൊ ഈ ഒരു ഘട്ടത്തിൽ പിന്തുണയിലേക്ക് INTUC പോകാനിടയായ സാഹചര്യം എന്താണ്? അല്ലെ, ആശാ പ്രവർത്തകരുടെ ആവശ്യങ്ങളുടെ ഒപ്പം എന്നും INTUC ഉണ്ട്. വ്യക്തമായ ഒരു ധാരണ 5 വർഷം തുടർച്ചയായി ജോലി ചെയ്താൽ അവരെ സ്ഥിരപ്പെടുത്തി ഒരു ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരാക്കണമെന്ന് തന്നെയാണ്. അത് എപ്പം നടക്കുന്നു അതുവരെ INTUC പോരാട്ടം തുടരും. കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ശക്തമായൊരു സമ്മർദ്ദം ഉണ്ടായോ ഇക്കാര്യത്തിൽ ഒരു പിന്തുണ നൽകാൻ? അല്ല, കോൺഗ്രസ് പാർട്ടി പ്രതിപക്ഷത്തിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. സ്വാഭാവികമായിട്ടും ജനകീയ ആവശ്യങ്ങൾ ഉയരുമ്പോൾ അതിനോടൊപ്പം കോൺഗ്രസ് സമ്പൂർണ്ണമായി പിന്തുണ പ്രഖ്യാപിക്കുന്നത് സ്വാഭാവികമാണ്. കോൺഗ്രസ് പാർട്ടിയുടെ സമ്മർദ്ദമല്ല, കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും INTUCക്കും ആ ഒരു നിലപാട് കൈക്കൊള്ളേണ്ടതായ ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട്. സമരവേദിയിൽ തങ്ങളടക്കമുള്ള INTUCയുടെ സംസ്ഥാന നേതൃത്വം വരും ദിവസങ്ങളിൽ ഉണ്ടാകും. അല്ല, നാളെ ഞങ്ങൾ ജില്ലാ പ്രസിഡന്റുമാർ, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരുടെ യോഗമുണ്ട്. മറ്റന്നാളിൽ തിരുവനന്തപുരത്ത് ഞങ്ങളെല്ലാവരും പോകുന്നുണ്ട്. തീർച്ചയായിട്ടും ഗവൺമെന്റ് ഒരു ചർച്ച വിളിക്കണമെന്നത് കർശനമായി ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്.
സർക്കാർ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയും അത് തന്നെ ഒരു ചർച്ച വിളിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അവസാനിപ്പിക്കാനുള്ള മുൻകൈ INTUC എടുക്കുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ സമരം അവസാനിപ്പിക്കാൻ INTUC എന്നുള്ള സംഘടനയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യും. നേരത്തെ ചോദിച്ചപോലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കെ മുരളീധരൻ അടക്കം വലിയ പ്രസ്താവനകൾ നടത്തിയിരുന്നു. INTUC വ്യക്തിപരമായി പോലും ഒരു പ്രതിസ്ഥാനത്ത് നിർത്തുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന വന്നത്. അത് വലിയ വേദന ഉണ്ടാക്കിയിട്ടുണ്ടോ? മുരളീധരനെ പോലെ മുതിർന്ന ഒരു നേതാവ് ഏത് അർത്ഥത്തിലാണ് അങ്ങനെ പറഞ്ഞത്? എന്നെ മനസ്സിലാകാത്തതുകൊണ്ടാണോ? അദ്ദേഹത്തിന്റെ പിതാവ് ഉയർത്തിവിട്ട ഒരു പ്രസ്ഥാനം, അദ്ദേഹത്തിന്റെ പിതാവിനെ അന്നും ഇന്നും എന്നും ഞാൻ ദൈവതുല്യമായി കാണുന്ന ഒരാളാണ്. എന്റെ കാര്യങ്ങളിൽ ഒരുപാട് സംരക്ഷണം നൽകിയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ നാമധേയത്തിലാണ് INTUCയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് തന്നെ പണിതത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനും കെ കരുണാകരന്റെ നാമധേയം കൊടുക്കണമെന്ന് രേഖാമൂലം ആവശ്യപ്പെട്ട സംഘടനയുടെ പേര് INTUC എന്നാണ്. അത് അങ്ങനെ കൊടുത്തതിന്റെ പേരിൽ ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരാളാണ് ഞാൻ. ഏതർത്ഥത്തിലാണ് ശ്രീ കെ മുരളീധരനെ പോലെ ഒരാൾ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സമരം തീർന്നില്ലെങ്കിൽ ആ സമരത്തിനൊപ്പം INTUC ഉണ്ടാവും. ഉറപ്പായിട്ടും ആ സമരം തീർക്കാൻ ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞങ്ങൾ ചെയ്യും. പ്രജിൻ, INTUC വരും ദിവസങ്ങളിൽ ആശാവർക്കർമാരുടെ സമരത്തിന് മുന്നിൽ തന്നെ ഉണ്ടാകും. ആ സമരം അവസാനിപ്പിക്കാൻ സർക്കാരുമായുള്ള ചർച്ചയ്ക്കടക്കം INTUC നേതൃത്വപരമായ പങ്കുവഹിക്കും എന്നുകൂടിയാണ് INTUCയുടെ സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ വ്യക്തമാക്കുന്നത്. ശരി, അരുൺരാജാണ് ചന്ദ്രശേഖരനൊപ്പം ചേർന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരുന്നു. വഖഫ് ബിൽ ചർച്ചയിൽ CPIM MPമാർ പങ്കെടുക്കും എന്ന വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. മധുരയിൽ ചേരുന്ന പാർട്ടി കോൺഗ്രസിലേക്ക് യാത്ര തിരിച്ച MPമാരോട് ചർച്ചയിൽ പങ്കെടുക്കാൻ പാർട്ടി നിർദ്ദേശം നൽകിയിരിക്കുന്നു. പാർട്ടി MPമാർ തിരികെ ഡൽഹിയിലേക്ക് തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി മധുരയിൽ നിന്നും അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, സുപ്രധാനമായ ഒരു ബില്ലാണ് ചർച്ചയ്ക്കായി വരുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ പാർട്ടി MPമാർ പങ്കെടുക്കണം എന്ന് കൃത്യമായ നിർദ്ദേശം CPM നൽകുന്നു. പ്രത്യേകിച്ചും മുൻപത്തെ സാഹചര്യം നമുക്കറിയാം. അതുകൊണ്ട് സർക്കാരിന്റെയും CPMന്റെയും നിലപാട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ ചർച്ചയിൽ പങ്കെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലല്ല ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനം? ബൽറാം. തീർച്ചയായും പ്രജിൻ, ഈ വിഷയം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. നേരത്തെ തന്നെ ഈ ബില്ല് നേരത്തെ പാർലമെന്റിൽ വന്ന ഘട്ടത്തിൽ കൃത്യമായി തന്നെ പാർട്ടി ഈ വിഷയത്തിൽ നിലപാടെടുത്തിരുന്നതാണ്. ഈ ബില്ലിനെ എതിർക്കുന്ന നിലപാട് തന്നെയായിരുന്നു പാർട്ടി സ്വീകരിച്ചിരുന്നത്. ആ നിലപാട് തന്നെ തുടരും എന്നാണ് നിലവിലും പാർട്ടി എടുത്തിരിക്കുന്ന ഒരു തീരുമാനം എന്നുള്ളത്. അതേസമയം CPIMനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ പാർട്ടി കോൺഗ്രസ് മധുരയിൽ വെച്ച് ചേരുകയാണ്. ഈ പാർട്ടി കോൺഗ്രസിൽ പാർട്ടിയുടെ MPമാർ പങ്കെടുക്കേണ്ടതുണ്ട്. കേരളത്തിൽ നിന്നുള്ള ലോക്സഭാ MP കെ രാധാകൃഷ്ണൻ അടക്കമുള്ളവർ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ്. ഇതിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അതിനായി അവർ യാത്ര തിരിച്ചതിന് ശേഷമാണ് ഈ നാളെ ബില്ല് പാർലമെന്റിൽ എത്തും എന്ന വിവരം പുറത്തു വരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാനുള്ള ഒരു തീരുമാനമായിരുന്നു ഈ പാർട്ടിയുടെ MPമാർ ആദ്യം എടുത്തിരുന്നത്. എന്നാൽ പാർട്ടി ഇത്രത്തോളം നിർണായകമായ ഒരു ബില്ലിന്റെ ചർച്ചകളിൽ പാർട്ടിയുടെ MPമാർ പങ്കെടുക്കണമെന്നും കൃത്യമായി തന്നെ പാർട്ടിയുടെ നിലപാട് പാർലമെന്റിൽ വ്യക്തമാക്കണം എന്നുമുള്ള നിർദ്ദേശം പാർട്ടി നേതൃത്വം നൽകുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മധുരയിലേക്ക് തിരിച്ച കെ രാധാകൃഷ്ണൻ MP അടക്കമുള്ള പാർട്ടിയുടെ MPമാർ തിരികെ ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. മധുരയിലേക്കുള്ള യാത്ര ഒഴിവാക്കിക്കൊണ്ട് പാതി വഴിയിൽ ഉപേക്ഷിച്ച് തിരികെ ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നു. നാളെ നടക്കുന്ന ചർച്ചയിൽ പാർട്ടി MPമാർ പങ്കെടുക്കും. ഈ ബില്ലിനെ എതിർത്ത് സംസാരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള ഒരു നിർദ്ദേശമാണ് പാർട്ടി നൽകിയിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് മധുരയിൽ നിന്നും CPM പാർട്ടി കോൺഗ്രസ് നടക്കുന്ന മധുരയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ഈ ബില്ലുമായി ബന്ധപ്പെട്ട് പുതിയ അപ്ഡേറ്റ് കൂടി വരുന്നു. ബില്ല് നാളെ ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജുവാണ് ലോക്സഭയിൽ അവതരിപ്പിക്കുക. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബില്ലിന്മേൽ ലോക്സഭയിൽ സംസാരിക്കും എന്ന അപ്ഡേറ്റ് കൂടി ഡൽഹിയിൽ നിന്നും R അച്യുതൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. CPIM പാർട്ടി കോൺഗ്രസിന് നാളെ മധുരയിൽ തുടക്കം. CPIMന്റെ 24ാം പാർട്ടി കോൺഗ്രസിന് നാളെ തമിഴ്നാട്ടിലെ മധുരയിൽ തുടക്കമാകും. തമുക്കം മൈതാനത്തെ സീതാറാം യെച്ചൂരി നഗറിൽ ഞായറാഴ്ച വരെയാണ് പാർട്ടി കോൺഗ്രസ് നടക്കുക. 80 നിരീക്ഷകരടക്കം 811 പ്രതിനിധികൾ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കും. CPIMനെ ഇനി ആര് നയിക്കും? പ്രായപരിധിയുടെ പേരിൽ ആരൊക്കെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെടും? ആർക്കൊക്കെ ഇളവ്? 24ാം പാർട്ടി കോൺഗ്രസിന് നാളെ തമിഴ്നാട്ടിലെ മധുരയിൽ തുടക്കമാകുമ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യങ്ങൾ ഇവയൊക്കെയാണ്. ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ മരണത്തെ തുടർന്ന് PB കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന പ്രകാശ് കാരാട്ട് വീണ്ടും ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് തിരികെ എത്തുമെന്ന് അഭ്യൂഹങ്ങളുണ്ട്. പിണറായി വിജയനുള്ള പ്രായപരിധി ഇളവ് പ്രകാശ് കാരാട്ടിനുണ്ടാകുമോ എന്നത് നിർണായകമാകും. വൃന്ദ കാരാട്ട്, സുഭാഷിണി അലി തുടങ്ങിയവർ PBയിൽ തുടരുന്നതിന് സാധ്യത കുറവാണ്. In future, definitely there will be a woman general secretary, but this time
because the two women who are in the Politburo, Comrade Pinarayi Vijayan was all exempted last time. Actually, he is the chief minister of a very important state which is leading the fight against the BJP RSS. കേന്ദ്ര കമ്മിറ്റിയിലെ സീനിയർ അംഗമായ MA ബേബിയുടെ പേര് ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് പരിഗണിക്കപ്പെട്ടേക്കും. അങ്ങനെയെങ്കിൽ EMSന് ശേഷം ജനറൽ സെക്രട്ടറിയാകുന്ന കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ ആളാകും MA ബേബി. ഈ വിഷയത്തിലെ ചർച്ചകളിൽ കാര്യമില്ലെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ 24നോട്. ബാക്കിയുള്ള PB അംഗങ്ങളെല്ലാം കൂടി ചേർന്നുകൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കുക എന്ന ദൗത്യമാണ് ഇപ്പോൾ നിർവഹിക്കുന്നത്. ഈ പാർട്ടി കോൺഗ്രസ് പുതിയ ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കും. അത് സ്വാഭാവികമാണ്. പ്രതീക്ഷകളും നിഗമനങ്ങളും ഒന്നുമല്ല പാർട്ടി കോൺഗ്രസ്, തീരുമാനങ്ങളാണ്. നിങ്ങൾ കാത്തിരിക്കൂ. കേരളത്തിൽ നിന്ന് CPM പൊളിറ്റ് ബ്യൂറോയിലേക്ക് പുതുതായി ആരെങ്കിലും വരുമോ എന്നതിലും പാർട്ടി കോൺഗ്രസിൽ തീരുമാനമുണ്ടാകും. EP ജയരാജൻ, KK ശൈലജ തുടങ്ങിയവർ PBയിലേക്ക് എത്തിയേക്കാം. പ്രായപരിധിയെ തുടർന്ന് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് PK ശ്രീമതി, AK ബാലൻ എന്നിവർ ഒഴിവാകും. കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ചതിനെ തുടർന്നുള്ള ഒഴിവ് നികത്തിയിട്ടുമില്ല. ഈ ഒഴിവിൽ LDF കൺവീനർ TP രാമകൃഷ്ണൻ എത്തുമെന്ന് ഉറപ്പാണ്. മന്ത്രി PA മുഹമ്മദ് റിയാസ്, VN വാസവൻ, MB രാജേഷ് തുടങ്ങിയ പേരുകളും ഉയരുന്നുണ്ട്. ജനറൽ സെക്രട്ടറി ഇല്ലാതെ ഒരു പാർട്ടി കോൺഗ്രസ് ഇന്ത്യയിലെ CPIMന്റെ ചരിത്രത്തിൽ ഇതാദ്യം. മധുര പാർട്ടി കോൺഗ്രസിൽ നിർണായകമാകുന്നതും ആര് അടുത്ത ജനറൽ സെക്രട്ടറി എന്നതാണ്. ഒപ്പം PBയിലേക്ക് ആരൊക്കെ പുതുതായി. ക്യാമറാമാൻ രാജേഷ് വെള്ളരിക്കൊണ്ടിനൊപ്പം മധുരയിൽ നിന്നും ദീപക് ധർമ്മടം, 24. മധുരയിൽ CPMന്റെ 24ാം പാർട്ടി കോൺഗ്രസിന് സമഗ്രമായ കവറേജാണ് 24 ഒരുക്കിയിരിക്കുന്നത്. 24ന് വേണ്ടി റിപ്പോർട്ട് ചെയ്യുന്നത് പരിചയസമ്പന്നരായ വാർത്താ സംഘവുമാണ്. നിരവധി പാർട്ടി കോൺഗ്രസുകളും സംസ്ഥാന സമ്മേളനങ്ങൾ റിപ്പോർട്ട് ചെയ്ത ദീപക് ധർമ്മടം, R ശ്രീജിത്ത്, ബൽറാം നെടുങ്ങാടി എന്നിവരാണ് തത്സമയ വിവരങ്ങളും വിശകലനങ്ങളുമായി പ്രേക്ഷകരുമായി ചേരുക. വൈഗാ തീരത്തെ ഗോപുരനഗരിയായ മധുരയിൽ നിന്ന് മാറ്റത്തിന്റെ കാറ്റ് CPIMൽ വീശുമോ എന്ന് പ്രേക്ഷകർക്ക് തത്സമയം അറിയാം. CPIM സമ്മേളനങ്ങൾ റിപ്പോർട്ട് ചെയ്ത പരിചയസമ്പന്നരെയാണ് മധുരയിലേക്ക് 24 നിയോഗിച്ചിരിക്കുന്നത്. 2002 കണ്ണൂർ സംസ്ഥാന സമ്മേളനവും 2005 ഡൽഹി 18ാം പാർട്ടി കോൺഗ്രസ് മുതൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം. മധുരയിൽ പാർട്ടി കോൺഗ്രസ് തുടങ്ങും മുമ്പ് തന്നെ ഉയരുന്ന ചോദ്യം ഇതാണ്: ആരായിരിക്കും അടുത്ത ജനറൽ സെക്രട്ടറി? PB കോർഡിനേറ്ററായ പ്രകാശ് കാരാട്ട് വീണ്ടും ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് എത്തുമോ? മലയാളിയായ MA ബേബി ജനറൽ സെക്രട്ടറി ആകുമോ? ആയാൽ EMSന് ശേഷം കേരളത്തിൽ നിന്നും എത്തുന്ന ജനറൽ സെക്രട്ടറി എന്ന ചരിത്രത്തിന്റെ ഭാഗം. വനിതയായ വൃന്ദ കാരാട്ട് പ്രായപരിധിയിലെ ഇളവോടുകൂടി ജനറൽ സെക്രട്ടറി ആകുമോ? ചോദ്യങ്ങൾ അനവധിയാണ്. ഇതിനെല്ലാം ഉത്തരം അപ്പോൾ 24ൽ. 2002 കണ്ണൂർ സംസ്ഥാന സമ്മേളനവും 2008 കോയമ്പത്തൂർ പാർട്ടി കോൺഗ്രസ് മുതൽ R ശ്രീജിത്തിന്റെ റിപ്പോർട്ടുകളുണ്ട്. ഇത്തവണയും പ്രേക്ഷകർക്ക് തത്സമയ വിവരങ്ങളും വിശകലനവും നൽകാൻ 24 പൊളിറ്റിക്കൽ എഡിറ്റർ R ശ്രീജിത്ത് മധുരയിലുണ്ട്. CPIMനെ സംബന്ധിച്ച നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നത് പാർട്ടി കോൺഗ്രസിലാണ്. പ്രായപരിധിയുടെ വാൾ ഇത്തവണ നിരവധി നേതാക്കളുടെ തലയ്ക്ക് മുകളിലുണ്ട്. പ്രായപരിധി നടപ്പിലാക്കുമോ? ചിലർക്ക് ഇളവ് നൽകുമോ? കാത്തിരിക്കൂ. 24നൊപ്പം. CPIM കേന്ദ്ര കമ്മിറ്റി പോളിറ്റ് ബ്യൂറോ യോഗങ്ങൾ വർഷങ്ങളായി റിപ്പോർട്ട് ചെയ്യുന്ന ബൽറാം നെടുങ്ങാടിയുടെ റിപ്പോർട്ടും പ്രേക്ഷകർക്ക് കാണാം. ദേശീയ രാഷ്ട്രീയത്തിൽ CPIMന്റെ സ്ഥാനം അടയാളപ്പെടുത്താൻ പാർട്ടി കോൺഗ്രസ് എന്തു തീരുമാനമെടുക്കും എന്നതടക്കം 24 ഡൽഹി റീജിയണൽ മേധാവി ബൽറാം നെടുങ്ങാടിയുടെ റിപ്പോർട്ടുകളും ഉണ്ടാകും. കോൺഗ്രസിനോട് സഖ്യം വേണ്ടെന്ന കേരള ലൈനിന് മുൻതൂക്കം കിട്ടുമോ? സഖ്യമാകാമെന്ന ബംഗാൾ ലൈൻ അംഗീകരിക്കുമോ എന്ന് മധുരയിൽ അറിയാം. ദേശീയ രാഷ്ട്രീയത്തിൽ നഷ്ടപ്പെട്ട സ്വാധീനം വീണ്ടെടുക്കാൻ നയമെന്താകും എന്നതും പ്രസക്തമാണ്. CPIM പാർട്ടി കോൺഗ്രസിന്റെ ആധികാരിക വിവരങ്ങൾക്ക് കാത്തിരിക്കുക. ആദ്യമെത്തും 24ലൂടെ ആധികാരിക വാർത്തകൾ. പൊളിറ്റിക്കൽ ഡെസ്ക്, 24. ബുൾഡോസർ രാജിൽ വീണ്ടും ഉത്തർപ്രദേശ് സർക്കാരിനെ വിമർശിച്ച് സുപ്രീംകോടതി. ബുൾഡോസർ നടപടി ഭരണഘടനാ വിരുദ്ധവും മനുഷ്യത്വരഹിതവുമെന്ന് സുപ്രീംകോടതി. പ്രയാഗ്രാജിൽ വീട് തകർത്ത നടപടിക്കെതിരെ നൽകിയ ഹർജിയിലാണ് സർക്കാരിനെതിരെ കോടതിയുടെ ഈ വിമർശനം. R അച്യുതൻ ഡൽഹിയിൽ നിന്നും അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അച്യുതൻ, ഈ നടപടിയെ അവിടെ UP സർക്കാർ അനുകൂലിക്കുന്നതിനൊപ്പമാണ് സുപ്രീംകോടതിയിൽ നിന്നും ഈ വിമർശനം വരുന്നത്. എന്താണ് കോടതി പറയുന്നത്? പ്രജിൻ, ഇതിനു മുൻപും സുപ്രീം കോടതി ഉത്തർപ്രദേശ് സർക്കാരിന്റെ ബുൾഡോസർ നടപടിക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയും നഷ്ടപരിഹാരം നൽകുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. അന്ന് ചൂണ്ടിക്കാട്ടിയ കാരണം എന്നുള്ളത് ഈ ഇരകൾക്ക് നൽകുന്ന നോട്ടീസിന്മേൽ മറുപടി നൽകാനുള്ള സാവകാശം നൽകാതെയാണ് ഈ നടപടി ഉണ്ടായതെന്നായിരുന്നു സുപ്രീം കോടതി അന്ന് ചൂണ്ടിക്കാട്ടിയത്. ആ സമാനമായ നിരീക്ഷണമാണ് ഈ കേസിലും ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതായത് ബുൾഡോസർ നടപടി ഭരണഘടനാ വിരുദ്ധവും മനുഷ്യത്വരഹിതവുമാണെന്നും
നിയമവിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയാണ് ഈ ഉണ്ടായിരിക്കുന്നതും എന്നുമാണ് ഇപ്പോൾ ജസ്റ്റിസുമാരായ അഭയ് അസോക്കയുടെ ബെഞ്ച് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ പ്രയാഗ്രാജിലെ വീട് തകർത്ത നടപടിക്കെതിരെ ഈ നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ വിമർശനം. വീട് നഷ്ടമായ ഈ പ്രയാഗ്രാജിലെ ഈ നടപടി മൂലം വീട് നഷ്ടമായ 6 പേർക്ക് 10 ലക്ഷം രൂപ വെച്ച് നഷ്ടപരിഹാരം നൽകാൻ കൂടി ഇപ്പോൾ ഭരണകൂടത്തിനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. കേരള യോഗാസന സ്പോർട്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച 5ാമത് നാഷണൽ യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. തിരുവനന്തപുരം മാർ ഗ്രിഗോറിയോസ് റിന്യൂവൽ സെന്ററിലായിരുന്നു ചാമ്പ്യൻഷിപ്പ്. നാഷണൽ യോഗാസന സ്പോർട്സ് ഫെഡറേഷൻ, ഏഷ്യൻ യോഗാസന സ്പോർട്സ് ഫെഡറേഷൻ, തിരുവനന്തപുരം വെസ്റ്റ് റോട്ടറി ക്ലബ്ബ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് മത്സരങ്ങൾ നടന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്ത ചാമ്പ്യൻഷിപ്പിൽ അസം ചാമ്പ്യന്മാരായി. തമിഴ്നാടും കേരളവും യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടി. സമാപന സമ്മേളനത്തിൽ AVA ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടർ AV അനൂപ് മുഖ്യാതിഥിയായി. കേരള യോഗാസന സ്പോർട്സ് അസോസിയേഷൻ പ്രസിഡന്റ് പ്രൊഫസർ വത്സല GL, DK ശർമ്മ, MNC ബോസ് തുടങ്ങിയവരും പങ്കെടുത്തു. കേരളത്തിലെ ഏറ്റവും വലിയ ലബോറട്ടറി ശൃംഖലയായ DDRC അജിലസ് ഡയഗ്നോസ്റ്റിക്സ് ഇരിങ്ങാലക്കുടയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിക്ക് സമീപം പുന്നലിപ്പറമ്പിൽ ആർക്കേഡ് ബിൽഡിംഗിലാണ് DDRC അജിലസ് ഡയഗ്നോസ്റ്റിക്സ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ഫുള്ളി ഓട്ടോമേറ്റഡ് ലാബിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് നിർവഹിച്ചു. സാമ്പിൾ കളക്ഷൻ യൂണിറ്റ് വാർഡ് മെമ്പർ PT ജോർജ് ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇരിങ്ങാലക്കുട യൂണിറ്റ് പ്രസിഡന്റ് ഷാജു പാറേക്കാടൻ, ബിസിനസ് യൂണിറ്റ് ഹെഡ് രഞ്ജിത്ത് കുമാർ, സോണൽ ഹെഡ് ഷിബു കിരൺ PS, സിജോ ആന്റണി എന്നിവർ സംസാരിച്ചു.